അടുത്ത വിളവാണ്. ഞാൻ കൊഞ്ച് തീയൽ വയ്ക്കാൻ പോവേനെ. അതിന് വേണ്ട സാധനങ്ങൾ: കൊഞ്ച്, മുരിങ്ങയ്ക്ക, ചെറിയ ഉള്ളി, മുളക്, പടവലങ്ങ അരിഞ്ഞില്ല, അരിയാം. അടുത്ത് ഞാൻ തേങ്ങ വറുക്കാൻ വേണ്ടി അടുപ്പിലിട്ട് അതിന് കുരുമുളക്, വെളുത്തുള്ളി, ഉള്ളി, വറ്റൽമുളക് കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുള്ളൂ. പൊടിയാണ് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂട്ടിയാണ് കൊഞ്ച് തീയൽ വയ്ക്കണം. കരിവേപ്പില ഇതൊക്കെ ഇട്ടു കൊഞ്ച് തീയൽ വയ്ക്കുമ്പോൾ പിന്നീട് അപ്പോൾ കാണിക്കാം. ഇപ്പം ഞാൻ ഇത് വറുത്തോണ്ട് നിൽക്കുകയാണേ. വറുത്ത് കഴിഞ്ഞിട്ട് വയ്ക്കാം. കറിവേപ്പില ഇട്ടു. ഞാനേ ഈ തീയലിന് വേണ്ടി തേങ്ങയുടെ കൂടി കാശ്മീർ മുളകാണ് ഇടുന്നത്. പൊടിയല്ല, അത് മുളകാണ് ഇട്ട് വറുക്കുന്നത്. പിന്നീട് ശകലം അല്ലാത്ത മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ പിന്നീട് ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഈ മുളകാണ് ഇട്ട് വറുക്കുന്നത്. തേങ്ങ മൂത്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് മല്ലിപ്പൊടി, മുളക് ഇട്ടിട്ടുണ്ട്, മുഴുവൻ മുളക്, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി ചേർക്കണം. അത് നല്ല ടേസ്റ്റ്. എല്ലാം കൂട്ടിയുള്ള വറുക്കാണ്. തീരാറായി. പിന്നെ അടുത്ത് ഞാൻ ഇതിൽ കൊഞ്ചെല്ലാം അടുപ്പിൽ വയ്ക്കാനായിട്ട് പോവേനെ. ഞാൻ എന്താ കൊഞ്ചും അതിൽ ചേർക്കാനുള്ള ഇതെല്ലാം ഉള്ളി, മുരിങ്ങയ്ക്ക, പടവലങ്ങ എല്ലാം, മുളക് എല്ലാം കൂടി ഇട്ടിട്ട് അടുപ്പിൽ വയ്ക്കുകയാണേ. ഇനി നമ്മൾ എന്നിട്ടത് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ഇടുമ്പം ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് വേവിക്കണം. വേവിച്ച് നമ്മളത് അടച്ച് വയ്ക്കാനേ. അടച്ച് വേവട്ടെ. ഇത് മിക്സിയിൽ ഇവിടെ ഭയങ്കര മഴ വേണ്ട ഒന്നും പറയണത് കേട്ടോ. അത്രയ്ക്ക് മഴ വീണ്ടുകൊണ്ടിരിക്കണേ. മിക്സിയിൽ വറുത്തരച്ച തേങ്ങ വറുത്തരച്ച് വെച്ചേക്കണേ. അതിന് ഞാൻ ഇതിലോട്ട് ചേർക്കേണേ. കൊഞ്ചിത്തിയല്ലാണ് അതിൽ ചേർക്കേണേ. ഇത് അവിടെ ഇരുന്ന് വേവട്ടെ കേട്ടോ. നമ്മളെ കൊഞ്ച് തീയലാണ്. നിങ്ങളെല്ലാം ഇതുപോലെ കിട്ടുമ്പോൾ വച്ച് നോക്കണം കേട്ടോ. സമയം കിട്ടുമ്പോൾ എല്ലാവരും വെച്ച് നോക്കണേ. എങ്ങനെയാണ് നിങ്ങളുടെ ടേസ്റ്റൊക്കെ. ഈ തീയൽ വെച്ച് അറിഞ്ഞിടാത്തവരെല്ലാം ഇത് പഠിക്കണേ. ഞാൻ എങ്ങനെയാണ് കാണിച്ച് തന്നില്ല നിങ്ങൾക്ക്. അതുപോലെ ചെയ്യണേ മക്കളെ. അതെ, ഇത് നല്ലതാണ്. തിളച്ച് നല്ലതായി വറ്റാറായി. ഇത് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല കറക്റ്റാണ്. കേട്ടോ, നല്ല ഉപ്പൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ട്.